ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 4:30 എണീറ്റു. 4:30 അല്ലടാ, 4:30 എണീറ്റ് റെഡിയായി. കുറച്ചേര് കുളിച്ചു, കുറച്ചേര് കുളിച്ചില്ല, ആരൊക്കെ പറയണില്ല. അപ്പോൾ അങ്ങനെ അറിയരുത്. അപ്പോൾ അവരെ കുളിക്കാതെ വിചാരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ചു റെഡിയായി, അവർ കുളിക്കാണ്ട് റെഡിയായി. ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് രാവിലെ മോർണിംഗ്. ഇപ്പം സമയം 5:25, 5:30 ഞങ്ങൾ കറക്റ്റായിട്ട് എടുക്കും വണ്ടി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് റെഡി ആവുകയാണ്, ഷൂ ഒക്കെ ഇടുവാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും. കാറിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബ്ലാക്ക് അവിടെ ഗൈസ്. നമ്മളപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അയ്യോ ഇതിന്റെ നവനീസ് അജീസ് വണ്ടി ഓടിക്കുന്നു. പുറകില് നന്ദു, ശിവ, ആയില്യ, കണ്ണൂസ്, എന്റെ അപ്പൂസ്. അപ്പന്റെ ആ ഒരു കുലീനത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമുക്കൊന്നുകൂടി കാണാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മള് അപ്പൊ ലൊക്കേഷനൊക്കെ ഇട്ടു. ഓക്കെ, ലൊക്കേഷൻ ഇട്ടു. ഇനി സ്റ്റാർട്ട് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഏലൂരിന്ന് 17 കിലോമീറ്റർ. സ്ഥലം നമ്മൾ അവിടെ പോയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ അല്ലേ കണ്ണൂസ്? കോഴിക്കോട് പോയ വ്ളോഗില് ഫസ്റ്റത്തെ പാർട്ട് റിവീൽ ചെയ്യണല്ല, എന്നിട്ട് നീ ഹാഷ്ടാഗിൽ ഇതിനെ കോഴിക്കോട്. ആൾക്കാര് കോഴിക്കോടിന്റെ ഇത് വേണ്ടേ? കോഴിക്കോടിലോട്ട്, കോഴിക്കോട് ജില്ല അറിയണ്ട നമ്മളോട് വന്നത്. അതുകൊണ്ട് പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നന്ദു അതൊക്കെ ശ്രദ്ധിക്കണം. അതിന് തന്നെ വീഡിയോ അല്ല ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ശീലം എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ മിണ്ടാണ്ടായി. ശിവയ്ക്ക് അപ്പോക്കും ആ കുലീനത് ഭയങ്കരമായിട്ടുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പൂതെ പിന്നെ അപ്പൂന്റെ അഭിനയം. ഞങ്ങളൊരു ഓസ്കാർ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മന്തി ലവർ അപ്പു, മന്തി വിഴുങ്ങി അപ്പു, അങ്കിൾ ലവർ ആയില്ല, കഷ്ണമണി ശിവ. ഇതൊക്കെയാണ് നമ്മുടെ അവാർഡുകൾ. അപ്പൊ നമ്മള് ഓക്കെ അത് കുഴപ്പമില്ല. ഒന്നാമത് അപ്പൊ ഒരുപാട് പേരുകളായി ശിവയ്ക്ക്. നമ്മളപ്പോ പോണ വഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏത് സ്ഥലവും നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം. ഭയങ്കര പാടാ ഗസ്റ്റ് ചെയ്യാൻ. ഞങ്ങളപ്പോ സ്ഥലത്തെത്തി. ഞങ്ങളപ്പോ സ്ഥലം കാണിച്ചു തരാം. എല്ലാരും കണ്ടോളൂ. ഗൈസ് നടക്ക്. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ് കടമ്പ്രയാർ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഒരു മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വരണമെങ്കിൽ വരാം. ഇവിടെ കോടയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. നല്ലൊരു സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ കാണാനും ആസ്വദിക്കാനുമായിട്ട്. ഒരുപാട് പാടങ്ങൾ, വെള്ളം, ഒരു ബ്രിഡ്ജ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ഹിഡൻ സ്പോട്ടൊന്നുമല്ല. എല്ലാവർക്കും വന്ന് ഒരു രാവിലെ 6 മണി 7 മണി സമയത്ത് വരാം. പിന്നെ ഒരു വൈകുന്നേരം 4 മണി 5 മണി സമയത്ത് വരാം. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇവിടെ സ്റ്റക്കായി ഇവർ, എനിക്കറിയില്ല എന്താണെന്ന്. എന്തോ കണ്ടു അവർ കണ്ടത് ഇതാണ്. സൂര്യനെ കണ്ടു ഞങ്ങൾ. പൊന്മാൻ, നീലപ്പൊന്മാൻ ഗൈസ്.
അങ്ങനെ നമ്മൾ ഇവിടെ സൂര്യനെ കണ്ടു ഗൈസ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഫുള്ള് മൊത്തത്തിൽ. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈബായിരിക്കും. മാക്സിമം ഒരു 6 മണിക്ക് മുന്നേ വരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും. ഉറപ്പാണത്, 100%. വി റെക്കമെൻഡ് സ്ഥലം. വി ഡു റെക്കമെൻഡ്. അതെ, ഈ ഡയലോഗിന് അവന് ഇടില്ല, ഞങ്ങളെ എല്ലാ വ്ളോഗിലുണ്ടാവുന്നത്. ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം. തൂക്കുപാലം എന്നും പറയാം നമുക്ക്. പഴയ പാലമാണ്, കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ഇപ്പം എല്ലാവരും വരിക. രാവിലെയൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും വന്ന് ആസ്വദിക്കേണ്ടുന്നൊരു സ്ഥലമാണിത്. അസുഖങ്ങൾ പലതരം. നെക്സ്റ്റ് ബ്രിഡ്ജ് നമ്മൾ അടുത്ത ഭാഗത്തിലോട്ടൊന്ന്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി വൈബായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. തൊട്ടപ്പുറത്താണ് നമുക്കൊരു കപ്പൽ കാണാം. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഞങ്ങളെ കടമ്പരാർന്ന് ഇറങ്ങി ചെറിയ ജോഗിങ് ഒക്കെ ചെയ്ത് പട്ടിയായി വയർത്തു. എല്ലാരും ക്ഷീണിച്ചു. ഓ, അപ്പൊ ക്ഷീണിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ കടമ്പറയാർ? പൊളി. അപ്പൊ അടിപൊളിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പൊ കൂട്ടാ എന്തെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ വന്നം ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. വെയിലടിച്ച ഓക്കെ, നമ്മളടുത്ത ഫുഡ് സ്പോട്ട് നോക്കി പോവുകയാണ്. നല്ലൊരു ഫുഡ് കഴിക്കണം. എന്താണോ ഉള്ളത് നമുക്ക് നോക്കാം രാവിലെ തന്നെ. ഗൈസ്, ശിവയുടെ സ്വർഗം ശരിക്കും സ്വർഗമായിരുന്നു. ശിവമൂഞ്ചി. ഇപ്പൊ നമ്മളിന്ന് കുസാറ്റ് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാരും റെഡിയാണ്. അപ്പൊ ഇറങ്ങാം ഗൈസ്. കം 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 ഇറങ്ങും ഗൈസ്, ഇറങ്ങൂ. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. കടമ്പറ കണ്ടു, അടിപൊളിയായിരുന്നു. ഇനി നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. ബൈ.